ഹായ്, ഞാൻ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7-ൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ ന്യൂട്രിഷൻ ഇൻ പ്ലാന്റ്സ് എന്നാണ്. അതായത് സസ്യങ്ങളിലെ പോഷകാഹാരത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ന്യൂട്രിഷൻ ഇൻ പ്ലാന്റ്സ്. നോക്കൂ നിങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ മാത്രം ടെസ്റ്റിലെ ഞാൻ തരികയാണ്. ഒന്നാമത്തെ ചോദ്യം, വൈ ഡു ഓർഗാനിസം ടേക്ക് ഫുഡ്? വൈ ഡു ഓർഗാനിസം ടേക്ക് ഫുഡ്? എന്തുകൊണ്ടാണ് ഈ ജീവികൾ ഭക്ഷണം കഴിക്കുന്നത്? ഓർഗാനിസം ടേക്ക് ഫുഡ് ടു ഗെറ്റ് എനർജി ഫോർ ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദെയർ ബോഡി. അതായത് അവർക്ക് ഊർജം ലഭിക്കാൻ വേണ്ടി അല്ലേ ജീവികൾ ഭക്ഷണം കഴിക്കുന്നു. അവരുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ അവരുടെ പരിപാലനത്തിനും വേണ്ടിയാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഫുഡ് കഴിക്കുന്നതെന്ന്. ഒന്നാമത്തെ മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഈ ജീവികളൊക്കെ ഭക്ഷണം കഴിക്കുന്നത്? നമ്മളായാലും ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് എന്താ, ഓർഗാനിസം ടേക്ക് ഫുഡ് ടു ഗെറ്റ് എനർജി. ആദ്യം നമുക്ക് എന്ത് വേണം? ആ ഊർജ്ജം വേണം അല്ലേ? ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ഊർജ്ജം കിട്ടും. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഫോർ ഗ്രോത്ത്, വളർച്ചയ്ക്കും ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദെയർ ബോഡി അല്ലേ? നമ്മുടെ ശരീരത്തിൻ്റെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് വേണം? ആഹാരം കഴിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. രണ്ടാമത്തെ നോക്കി കുഞ്ഞുങ്ങളെ, എന്താണ് പാരാസൈറ്റ് അല്ലെങ്കിൽ സാപ്രോട്രോഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പാരാസൈറ്റ് അല്ലെങ്കിൽ സാപ്രോട്രോഫ്. എന്ത് ഈ പാരാസൈറ്റ്? ദീസ് ഓർഗാനിസം ഡിറൈവ്ഡ് ന്യൂട്രിഷൻസ് ഫ്രം ദെയർ ഹോസ്റ്റ് ഓർഗാനിസം. എന്താണ് പാരാസൈറ്റ്? ദീസ് ഓർഗാനിസം ഡിറൈവ് ന്യൂട്രിഷൻസ് ഫ്രം അതർ ഹോസ്റ്റ് ഓർഗാനിസം എന്ന് വെച്ചാൽ എന്താണ്? ഈ ജീവികൾ മറ്റ് ആതിഥേയ ജീവികളിൽ നിന്നും പോഷണം നേടുന്നു. മറ്റ് ജീവികളെ ആശ്രയിച്ചാണ്. മനസ്സിലായോ? പാരാസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയത്തില്ല, ഇത്തിലെന്നൊക്കെ പറയും ഇവിടെ. അതായത് മരത്തെ തന്നെ എന്താ വേറെ സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ്, മറ്റ് ജീവികളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്. സാപ്രോട്രോഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സാപ്രോട്രോഫ്? ദീസ് ഓർഗാനിസം ഡിറൈവ് ന്യൂട്രിഷൻസ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസം. മനസ്സിലാവുന്നുണ്ടോ? ഈ സെൻറ്റൻസ് അറിയാമെങ്കിൽ നോക്കിക്കേ. ദീസ് ഓർഗാനിസം ഡിറൈവ് ന്യൂട്രിഷൻസ് ഫ്രം അതർ ഹോസ്റ്റ് ഓർഗാനിസം. ഇവിടോ ഡിറൈവ്ഡ് ഫ്രം ന്യൂട്രിഷൻസ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസം എന്ന് വെച്ചാൽ എന്തുവാ? ഈ ചത്ത് കിടക്കുന്നത് അല്ലെ ജീർണിക്കുന്നതുമായ ജീവികളിൽ നിന്നും അവ എന്ത് ചെയ്യുന്നു? പോഷണം നേടും. നമ്മൾ ഈ കുമിളില്ലേ, മഷ്റൂം, അതൊക്കെ കിടന്ന് അഴുകി കിടക്കുന്ന സാധനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അപ്പോൾ രണ്ടെണ്ണം മനസ്സിലായോ നിങ്ങളെ? നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ ഡു ഓർഗാനിസം ടേക്ക് ഫുഡ്? Why do organism take food? Organism take food to get energy, അതുപോലെ ഫോർ ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദെയർ ബോഡി. രണ്ടാമത്തെ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എ പാരാസൈറ്റ് ആൻഡ് എ സാപ്രോട്രോഫ്. അപ്പോൾ എന്താണ് പാരാസൈറ്റ്? ദീസ് ഓർഗാനിസം ഡിറൈവ് ന്യൂട്രിഷൻസ് ഫ്രം അതർ ഹോസ്റ്റ് ഓർഗാനിസം. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് പാരാസൈറ്റും. അതിനൊരു എക്സാമ്പിളും കസ്ക്യൂട്ട. CUSCUTA, കസ്ക്യൂട്ട. സാപ്രോട്രോഫ് എന്ന് വെച്ചാൽ ദീസ് ഓർഗാനിസം ഡിറൈവ് ന്യൂട്രിഷൻ ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസം. അതായത് മഷ്റൂം, കുമിളുകൾ. കേട്ടോ? ആ രണ്ടെണ്ണം ഓക്കെ ആണോ? നോക്കിക്കേ. അടുത്ത മൂന്നാമത്തെ കുഞ്ഞുങ്ങളെ, ഹൗ വുഡ് യു ടെസ്റ്റ് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ ലീവ്സ്? എന്താണ്? ഹൗ വുഡ് യു ടെസ്റ്റ് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ ലീവ്സ് എന്ന് വെച്ചാൽ ഇലകളിൽ അന്നജത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ടെസ്റ്റ് ചെയ്ത് എങ്ങനെ നോക്കാവുന്ന. പുട്ട് സം ഡ്രോപ്സ് ഓഫ് അയോഡിൻ സൊല്യൂഷൻസ് ഓൺ എ ലീഫ് വിച്ച് ടേൺ ഇറ്റ്സ് കളർ ടു ബ്ലൂ ബ്ലാക്ക്. ദീസ് ബ്ലൂ ബ്ലാക്ക് കളർ ഷോസ് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ ലീവ്സ്. അതായത് ഒരു ഇലയിൽ കുറച്ച് അയഡിൻ ലായനി നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ നിറം എന്തായിട്ടു? നീല കറുപ്പ്, നീലയും കറുപ്പൂടെ ചേരുന്ന ഒരു കളറുണ്ട്. നീല കറുപ്പിലേക്ക് അത് മാറുന്നു. എന്താണ്? പച്ചയില, ഇലകൾ പച്ചയല്ലേ, ഈ പച്ച നിറത്തിലോട്ട് അയോഡിൻ ലായനി ഒഴിക്കുമ്പോൾ അതിൻ്റെ നിറം പെട്ടെന്ന് മാറിയിട്ട് നീല കറുപ്പിലോട്ട്, ബ്ലൂ ബ്ലാക്ക് നിറത്തിലോട്ട് മാറുന്നു. ഈ നീല കറുപ്പ് നിറം ഇലകളിൽ എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്? ദീസ് ബ്ലൂ ബ്ലാക്ക് കളർ ഷോസ് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ ലീവ്സ്. ഇത് അന്നേരം അന്നജത്തിൻ്റെ സാന്നിധ്യം കാണിക്കുന്നു. സ്റ്റാർച്ച് എന്ന് വെച്ചാൽ അന്നജത്തിൻ്റെ സാന്നിധ്യം കാണിക്കുന്നു. അതൊക്കെയാണോ നിങ്ങളെ? മനസ്സിലായോ?
ഓക്കെ, അടുത്ത് ഗീവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ പ്രോസസ് ഓഫ് സിന്തസിസ് ഓഫ് ഫുഡ് ഇൻ ഗ്രീൻ പ്ലാന്റ്സ്. എന്താണ്? ഗീവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രോസസ് ഓഫ് സിന്തസിസ് ഓഫ് ഫുഡ് ഇൻ ഗ്രീൻ പ്ലാന്റ്സ്. അല്ലേ? എന്താ ഈ പച്ച സസ്യങ്ങളിലെ ഭക്ഷണത്തിൻ്റെ സമന്വയം പ്രകടിപ്പിക്കുന്ന ഒരു ഹ്രസ്വ വിവരണം തയ്യാറാക്കുക. അതായത് ഗ്രീൻ പ്ലാന്റ്സിനെ കുറിച്ച് എഴുതാൻ. ഓക്കെ, ദ ക്ലോറോഫിൽ കണ്ടെയ്നിങ് plant cell of leaves synthesize carbohydrates using carbon dioxide and water in the presence of sunlight. This process is called photosynthesis. ഇതാണ്. അത് എത്രയേ ഉള്ളൂ നിങ്ങളെ ഇലകളിലെ ഈ ക്ലോറോഫിൽ ഉണ്ടല്ലോ ഇലകളിൽ, ഈ ക്ലോറോഫിൽ അടങ്ങിയ സസ്യകോശങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അത് കാർബൺ ഡയോക്സൈഡും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് എന്തോ ആയിട്ട് മാറും. കാർബൺ ഡയോക്സൈഡും വെള്ളവും ഉപയോഗിച്ചിട്ട് കാർബോഹൈഡ്രേറ്റുകളായിട്ട് അവ സമന്വയിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇലകളിലെ ക്ലോറോഫിൽ അടങ്ങിയ സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്താൽ കാർബൺ ഡയോക്സൈഡും വെള്ളവും ഉപയോഗിച്ചിട്ട് അത് കാർബോഹൈഡ്രേറ്റുകളായിട്ട് സമന്വയിക്കുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ നടക്കുന്ന പ്രക്രിയയെ ഫോട്ടോസിന്തസിസ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഫോട്ടോസിന്തസിസ് എന്നാൽ എന്തെന്ന് ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ ആൻസർ എഴുതാം. ഓക്കെ ആണോ? നിങ്ങൾ ആ രണ്ടെണ്ണം ഹൗ വുഡ് യു ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്താ? സ്റ്റാർച്ച് ആൻഡ് ലീവ്സിൻ്റെ ഗിവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ പ്രോസസ് ഓഫ് സിന്തസിസ് ഓഫ് ഫുഡ് ഇൻ ഗ്രീൻ പ്ലാന്റ്സിൻ്റെ ഈ രണ്ട് ആൻസർ മനസ്സിലായോ? ഓക്കെ ആണോ? അടുത്ത് നോക്കുക, അഞ്ചാമത്തെ ഷോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്കെച്ച് ദാറ്റ് പ്ലാന്റ്സ് ആർ ദ അൾട്ടിമേറ്റ് സോഴ്സസ് ഓഫ് ഫുഡ്. അതായത് അൾട്ടിമേറ്റ് സോഴ്സസ് ഓഫ് ഫുഡ് എന്ന് വെച്ചാൽ എന്താണ്? സസ്യങ്ങളാണ് ഭക്ഷണത്തിൻ്റെ ഉറവിടം, അല്ലേ? ദ അൾട്ടിമേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്യങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആൾ ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ഫുഡ് directly or indirectly as shown in the following sketch. ഏതൊക്കെയാ? all living being depend on plants for food directly or indirectly. അല്ലേ? എല്ലാ ജീവനുള്ളവയെല്ലാം ഡിപ്പെൻഡ് ചെയ്ത്, അല്ലേ, ഒന്നുകിൽ അവയെല്ലാം നേരിട്ടോ അല്ലാതെയോ. അതിൻ്റെ ഉദാഹരണം നോക്കിക്കേ, സ്കെച്ച് ഷോൺ ഇൻ ദ ഫോളോയിങ് സ്കെച്ച്. ഇപ്പോൾ പ്ലാന്റ്സ് കഴിക്കുന്ന ഏതാണ്? ഡിയർ, അല്ലേ? ഈ ഡിയറിനെ കഴിക്കുന്നത് ആരാ? ലയണ്. അങ്ങനെ വേണേൽ നമുക്ക് അങ്ങോട്ടൊരു ഫുഡ് ചെയിനായിട്ട് ഒരു കൊടുക്കാം. അടുത്ത ഗ്രാസ്, പുല്ല് ഇൻസെക്ട്സ് ചെയ്യുന്നു. ഇൻസെക്ട്സിന് ഫ്രോഗ് സ്നേക്ക്, ഈ സ്നേക്ക് ഈഗിൾ. ഇത് ഓരോന്നിൻ്റെയും നമ്മൾ പണ്ട് പഠിച്ചില്ലേ ഫുഡ് ചെയിനെ കുറിച്ച്? അത് ഇതിനകത്തിൽ വരുന്നത് കേട്ടോ. ഇത് ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ. ഒന്നാമത്തെ പാഠത്തിലാണ് കുഞ്ഞുങ്ങളെ. ഇനി അതിൻ്റെ ഫില്ലപ്പ് നോക്കിക്കേ. ഗ്രീൻ പ്ലാന്റ്സ് ആർ കാൾഡ് ഡാഷ് സിൻസ് ദേ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. ഗ്രീൻ പ്ലാന്റ്സ് ആർ അതായത് നമ്മൾ പറഞ്ഞ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നത്, അല്ലെങ്കിൽ ആക്കി കഴിക്കുന്നത് എന്താണ്? ഓട്ടോട്രോപ്സ് ആണ്. ഓട്ടോട്രോപ്സ്. ദ ഫുഡ് സിന്തസൈസ്ഡ് ബൈ പ്ലാന്റ്സ് ഈസ് സ്റ്റോർഡ് അസ്. ഫുഡ് സിന്തസൈസ് ബൈ പ്ലാന്റ്സ് നമുക്കറിയാം എന്താണ്? എവിടെ വെച്ചാണ്? ഇലകളിൽ വെച്ച് ആഹാരം ഫുഡ് സിന്തസൈസ്ഡ് ബൈ പ്ലാന്റ്സ് ഈ സ്റ്റോർ ചെയ്യുന്നത് ഇതാ സ്റ്റാർച്ചാണ്. സ്റ്റാർച്ച് എന്ന് വെച്ചാൽ അന്നജമാണ്. ദ ഫോട്ടോസിന്തസിസ് സോളാർ എനർജി ഈസ് അബ്സോർബ്ഡ് ബൈ ദ പിഗ്മെൻറ്റ് ഈസ് കാൾഡ്. എന്തായിരിക്കും സോളാർ എനർജി അബ്സോർബ് ചെയ്യുന്ന പിഗ്മെൻറ്റ്? ക്ലോറോഫിൽ. ഇതാണ് ക്ലോറോഫിൽ. അടുത്തത് ഡ്യൂറിങ് ഫോട്ടോസിന്തസൈസ് പ്ലാന്റ്സ് ടേക്ക് ഇൻ കാർബൺ ഡയോക്സൈഡ് ആൻഡ് റിലീസ് ഓക്സിജൻ ഗ്യാസ്. ഫോട്ടോസിന്തസിസിൽ പ്ലാന്റ്സ് ടേക്ക് എന്ത് ചെയ്യുന്നു? കാർബൺ ഡയോക്സൈഡും റിലീസ് ഓക്സിജനും. നമ്മളെന്താണ്? നേരെ തിരിച്ചാണ്, അല്ലേ? എന്താ? ഓക്സിജൻ ടേക്ക് ഇൻ ഓക്സിജൻ ആൻഡ് റിലീസ് ഇൻ കാർബൺ ഡയോക്സൈഡ്. പക്ഷേ പ്ലാന്റ്സ് നേരെ തിരിച്ച്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് ആണ്, അല്ലേ? ഓക്കെ, അടുത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ. നെയിം ദ ഫോളോയിങ്. ഇതെല്ലാം ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആട്ടോ. നെയിം ദ ഫോളോയിങ് എ പാരാസിറ്റിക് പ്ലാന്റ്സ് വിത്ത് യെല്ലോ സ്ലെൻഡർ ആൻഡ് ബ്രാഞ്ച്ഡ് സ്റ്റെം. ഇതൊക്കെ വൺ വേർഡിൻ്റെ ചോദ്യമാണ്. ഉറപ്പായിട്ട് ഇത് പഠിക്കേണ്ടതാണ്. പാരാസിറ്റിക് പ്ലാന്റ്സിൽ യെല്ലോ സ്ലെൻഡർ ആൻഡ് ബ്രാഞ്ച്ഡ് സ്റ്റെം ഏതാണ്? കസ്ക്യൂട്ട. എ പ്ലാന്റ്സ് ദാറ്റ് ഈസ് പാർഷ്യലി
ഓട്ടോട്രോഫിക്ക് പാർഷ്യലി എന്ന് വെച്ചാൽ ഭാഗികമായിട്ട് ഓട്ടോട്രോഫും ഹെറ്ററോട്രോപ്സും എന്താവും ഞങ്ങളെ. ഓട്ടോട്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ആഹാരം ഇപ്പം നമ്മളൊക്കെ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നതാണ്. പക്ഷെ നമ്മളിപ്പം മറ്റ് ചില മൃഗങ്ങൾ, ഇപ്പോൾ പശുവിന് രാവിലെ എന്ത് ചെയ്യണം, നമ്മൾ എന്തെങ്കിലും കൊണ്ടു കൊടുത്തെങ്കിലേ അവയ്ക്ക് ഭക്ഷിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അതാണ് വ്യത്യാസം, സ്വന്തമായിട്ടുള്ളതും മറ്റുള്ളവർ കൊടുക്കുന്നതുമായിട്ടുള്ളത്. അതിന് ഇതെന്താ പിക്ചർ പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാർഷ്യലി ഓട്ടോട്രോപ്പിക്കാണെന്നാണ് പറയുന്നത്. ദ പോർസ് ത്രൂ വിച്ച് ലീവ്സ് എക്സ്ചേഞ്ച് ഗ്യാസ്, അത് നമ്മൾ കുഞ്ഞിലേ മുതലേ പഠിക്കുന്നത് അല്ലേ. ചെറിയ നമ്മുടെ ഇലകൾക്കകത്തിലെ ചെറിയ പോർസ് എന്ന് വെച്ചാൽ ചെറിയ കുത്തു പോലെ കാണത്തില്ലേ, അത് എന്താണ് എക്സ്ചേഞ്ച് ഗ്യാസ് സ്റ്റൊമാറ്റയാണ്. ഇതൊക്കെ നമ്മൾ കുഞ്ഞിലേ പഠിച്ചത്. എന്നാലും കസ്ക്യൂട്ട ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പാരാസൈറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. പാരാസൈറ്റിൻ്റെ എക്സാമ്പിളാണ് കസ്ക്യൂട്ട. ദ പ്ലാന്റ്സ് വിച്ച് ട്രാപ്സ് ആൻഡ് ഫീഡ് ഓൺ ഇൻസെക്ട്സ് ഈസ് കാൾഡ് പിക്ചർ പ്ലാന്റ് കേട്ടോ. ഇത് ഇത്രയും വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ഈ വൺ വേർഡ് നല്ലതുപോലെ നോക്കി പഠിക്കണം കേട്ടോ. വൺ വേർഡ് ക്വസ്റ്റ്യന് നല്ലതുപോലെ പരീക്ഷയ്ക്ക് നോക്കി ഇത് നിങ്ങളങ്ങ് എഴുതിയെടുത്തിട്ട് വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. ഞങ്ങളെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. പഠിപ്പിക്കുന്ന മനസ്സിലായാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു.